ഹായ് നമസ്കാരം, ഫാസിലാണ്. എന്നോട് ഈ ഒരു സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്, അവരെ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റൊക്കെ പൂത്തിട്ടുണ്ട്, ഇനി എന്താണ് നൽകേണ്ടത്? ഫിഷ് അമിനെ കൊടുത്താൽ മതിയോ, ബോറോണ് മാത്രം കൊടുത്താൽ മതിയോ? അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ്, യൂറിയ കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ എല്ലുപൊടി കൊടുത്താൽ മതിയോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഒരു ചെടി പൂത്ത് കഴിഞ്ഞാൽ ആ ചെടിക്ക് പിന്നീടുള്ള ആവശ്യം എല്ലാ മൂലകങ്ങളും വേണം, എന്നിരുന്നാലും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് പൊട്ടാസ്യമാണ്. അപ്പോൾ ഈ പൊട്ടാസ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മണ്ണിലൂടെ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമുക്ക് ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ടോ ബയോ പൊട്ടാഷ് ആയിട്ടോ ഇനിയിപ്പോൾ നമ്മളെ കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ആക്കിയിട്ടോ ആ രീതിയിലൊക്കെ നമ്മൾ പൊട്ടാഷ്യം വളം നമുക്ക് മണ്ണിൽ കൊടുക്കാം. ഇനി ഇലകളിൽ സ്പ്രേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് SOP അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്, ഇനി NPK വളത്തിൽ തന്നെ പൊട്ടാസ്യം കൂടുതൽ റേഷ്യോയിൽ അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം. ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങൾ മാത്രം കേട്ടോ. അതേപോലെ പിന്നീട് ചെടികൾക്ക് ഈ സമയത്ത് കൂടുതലായിട്ട് വേണ്ടതാണ് നമ്മൾ ബോറോൺ. മൈക്രോ ന്യൂട്രിയൻസിൽ ബോറോണാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഇലകളിൽ സ്പ്രേ ചെയ്യാൻ നമ്മൾ വാങ്ങുന്നതിലൊക്കെ ബോറോൺ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കൂടി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റാൻ്റെ സോളിബോറോ ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു 15 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ രാവിലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ പൂത്ത് കഴിഞ്ഞ ചെടികൾക്ക് ആവശ്യം. മറ്റു മൂലങ്ങൾ വേണ്ടാന്നല്ല, മറ്റു മൂലങ്ങളും കറക്റ്റായിട്ട് കിട്ടണം. കാരണം ആ മൂലങ്ങൾ കിട്ടാതെ ഇത് കൂടുതലായിട്ട് കൊടുത്തിട്ട് യാതൊരുവിധ കാര്യം ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ട മൂലങ്ങൾ ഈ 2 എണ്ണമാണ് എന്നുള്ള പ്രധാന മൂലകമായിട്ടുള്ള പൊട്ടാഷ്യം, അതേപോലെ സൂക്ഷ്മ മൂലമായിട്ടുള്ള ബോറോൺ ആണ് ഈ ഒരു സമയത്ത് ചെടിക്ക് ധാരാളമായിട്ട് നമ്മൾ നൽകേണ്ടത് കേട്ടോ.